ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം T20 മത്സരം ഇന്നാണ് നടക്കാനായിരിക്കുന്നത്. 5 മത്സര T20 പരമ്പരയിൽ 1-0 ഇംഗ്ലണ്ട് ലീഡ് ചെയ്യുമ്പോൾ നിർണായക മത്സരത്തിൽ വിജയത്തിലൂടെ പരമ്പരയിലേക്ക് തിരിച്ചുവരാൻ തന്നെയാണ് ടീം ഇന്ത്യ ഒരുങ്ങുന്നത്. മൂന്നാം T20യുമായി ബന്ധപ്പെട്ട് ടീം ഇന്ത്യയുടെ പ്ലേയിങ് കോമ്പിനേഷൻ ഉൾപ്പെടെ ചില മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ആദ്യ മത്സരം നോ റിസൾട്ട് ആയപ്പോൾ രണ്ടാം മത്സരത്തിൽ മികച്ച രീതിയിൽ റൺസ് കണ്ടെത്തിയിട്ടും ബോളിംഗിൽ പരാജയപ്പെട്ടത് തന്നെയാണ് ടീം ഇന്ത്യക്ക് മത്സരം കൈയിടുന്നതിന് കാരണമായത്. ബാറ്റിംഗ് നിരയിൽ വൈഭവ് സൂര്യവംശി എത്തിയത് ഒഴിച്ചു നിർത്തിയാൽ സ്പിൻ ആക്രമണത്തിന് കൂടുതൽ മുൻതൂക്കം നൽകിയാണ് രണ്ടാം T20ക്കായി ടീം ഇന്ത്യ ഇറങ്ങിയത്. എന്നാൽ മൂന്നാം T20യിലേക്ക് എത്തുമ്പോൾ പേസ് നിര ശക്തമാക്കാൻ തന്നെയാണ് ടീം ഇന്ത്യ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. രണ്ടാം മത്സരത്തിൽ ഫ്ലോപ്പായി പോയ രവി ബിഷ്ണോയിക്ക് പകരക്കാരനായി മൂന്നാം മത്സരത്തിലേക്ക് പേസ് ബോളറായ പ്രിൻസ് യാദവിനെ ടീം ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് എന്നതാണ് മൂന്നാം T20യുമായി ബന്ധപ്പെട്ട പ്ലേയിങ് ലെവലിലെ ആദ്യ അപ്ഡേറ്റായി വന്നിരിക്കുന്നത്. ഹർഷിത് റാണയ്ക്കും അർഷ്ദീപ് സിംഗിനുമൊപ്പമായിരിക്കും പ്രിൻസ് യാദവ് പേസ് നിരയിലേക്ക് എത്തുന്നത്. വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലും സ്പിൻ ബോളിംഗിൽ തുടരുമ്പോൾ ശിവം ദൂബെയ്ക്ക് പകരക്കാരനായി സഞ്ജു സാംസൺ പ്ലേയിങ് ലെവലിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള ഒരു റിപ്പോർട്ടും കാണുന്നുണ്ട്. നേരത്തെ ഓപ്പണിംഗിൽ മലയാളി താരം സഞ്ജു സാംസന് പകരക്കാരനായിട്ടായിരുന്നു യുവതാരം വൈഭവ് സൂര്യവംശിയെ ടീം ഇന്ത്യ പരിഗണിച്ചിരുന്നത്. 2 സിക്സറുകളോടുകൂടി തന്നെ താരം വരവറിയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ കൂടുതൽ അവസരങ്ങൾ വൈഭവിന് നൽകാൻ തന്നെയായിരിക്കും ടീം തയ്യാറാകുന്നത്. വരാനായിരിക്കുന്ന സിംബാബ്വെ പര്യടനത്തിലും വൈഭവിനെ ടീം ഇന്ത്യ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് കോമ്പിനേഷൻ അഭിഷേക് വൈഭവ് സൂര്യവംശി സഖ്യത്തിലേക്ക് തന്നെ തുടരാനായിരിക്കും ടീം ഇന്ത്യ പദ്ധതിയിടുന്നത്. വൺ ഡൗണായി ഇഷൻ കിഷൻ എത്തുമ്പോൾ ശേഷം തിലക് വർമ്മ, ശ്രേയസ് അയ്യർ, ശിവം ദുബെ അല്ലെങ്കിൽ സഞ്ജു സാംസൺ എന്നിങ്ങനെയായിരിക്കും ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് നീളുന്നത്. ഓൾറൗണ്ടർമാരായി ഹർഷിത് റാണയും അക്സർ പട്ടേലും തുടരും. സിംബാബ്വെക്കെതിരായ ഇന്ത്യൻ പര്യടനത്തിൽ നിന്നും മലയാളി താരം സഞ്ജു സാംസനെ ഒഴിവാക്കിയതിന് ടീം മാനേജ്മെന്റ് രൂക്ഷ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. വിമർശനങ്ങളെ ഒന്ന് തണുപ്പിച്ച് സഞ്ജുവിന് മറ്റൊരു റോളിന് നൽകാൻ തന്നെയാണ് ടീം തയ്യാറാകുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാം T20ക്കുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിനെ പരിഗണിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, വൈഭവ് സൂര്യവംശി, ഇഷൻ കിഷൻ, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, ശിവം ദുബെ അല്ലെങ്കിൽ സഞ്ജു സാംസൺ, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ, പ്രിൻസ് യാദവ് എന്നിവരായിരിക്കും ടീമിലുണ്ടായിരിക്കുക.